റെക്കോർഡ് അടിച്ചിട്ടുണ്ട്. തുടങ്ങാം. അപ്പൊ കുട്ടികൾ, നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒന്നാമത്തെ സെക്ഷനിൽ നമ്മൾ നോക്കിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും അവരുടെ പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകതകളും അവർ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ് പറഞ്ഞത്. ഇനിയിപ്പോ നമ്മൾ അടുത്ത സെക്ഷനിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വലിയൊരു ടോപ്പിക്കാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ് ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നത്? ഓക്കെ, ആദ്യം ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് വളരെ ഈസി ആയിട്ടുള്ള പോയിന്റുകളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആൽക്കലി മെറ്റൽസ് ജനറലി സിൽവറി വൈറ്റ് കളർ ആണ്. ഓക്കെ, സോഫ്റ്റ് മെറ്റൽസ് ആണ്. ഓക്കെ, ദെൻ ലൈറ്റ് മെറ്റൽസ് ആണ്. ദെൻ അതേപോലെ തന്നെ ഇവർക്ക് ലാർജ് സൈസ് ഉള്ള കാരണം, ഓക്കെ, ലാർജ് സൈസ് ഉള്ള ആളുകൾക്ക് ലോ ഡെൻസിറ്റി ആയിരിക്കും, വിച്ച് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ഫ്രം ലിഥിയം ടു സീഷ്യം. അതായത് ലിഥിയത്തിൽ നിന്ന് സീഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ ഇതില് ലെഫ്റ്റ് ടു റൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡെൻസിറ്റി നോർമലി എന്ത് സംഭവിക്കണം? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നാണ്. ഓക്കെ, മാസ് ബൈ വോളിയം. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് ഇവരുടെ മാസ് എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, മാസ് ഇവരുടെ ഇൻക്രീസ് ചെയ്ത് പോവാ. അപ്പൊ അങ്ങനെ മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവരുടെ ഡെൻസിറ്റിയും എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ ലിഥിയത്തിൽ നിന്ന് സീഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്ഥലത്ത് മാത്രം ചെറിയൊരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ആൻഡ് പൊട്ടാസ്യം, സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെ ഇടയിൽ. അതായത് ലിഥിയം കഴിഞ്ഞു കഴിഞ്ഞാൽ സോഡിയം അല്ല വരുന്നത്, പകരം പൊട്ടാസ്യം ആണ്. ലിഥിയത്തിനേക്കാൾ ഡെൻസിറ്റി കൂടുതലുള്ളത്, ഇപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഡെൻസിറ്റിയുടെ ഓർഡർ ആണ്. ഈ ഡെൻസിറ്റിയുടെ ഓർഡർ എഴുതുമ്പോൾ ലിഥിയത്തിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ് പൊട്ടാസ്യത്തിന്, പൊട്ടാസ്യത്തിനേക്കാൾ കൂടുതലാണ് സോഡിയത്തിനേക്കാൾ കൂടുതലാണ് റുബീഡിയത്തിനേക്കാൾ കൂടുതലായിരിക്കും സീഷ്യത്തിന്. സോ ഡെൻസിറ്റി അവരുടെ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതിൽ സോഡിയം പൊട്ടാസ്യത്തിന്റെ അവിടെ മാത്രം ഒരു ചെറിയൊരു വേരിയേഷൻ കാണിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് പൊട്ടാസ്യത്തിന് സോഡിയത്തിനേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞത് എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്കറിയാം, സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവിടെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p6, 3s1 എന്നാണ്. എന്നാൽ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവിടെ വരിക 1s2, 2s2, 2p6, 3s2, then 3p6, 4s2 എന്നാണ് വരിക. അപ്പൊ നോക്കൂ, ഇവിടെ 3s-ഉം 3p-യും കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 3d ഫിൽ ആവാൻ ഉണ്ടായിരുന്നു. പക്ഷെ 3d-യിൽ ഒറ്റ ഇലക്ട്രോൺസും വരുന്നില്ല, 0 ഇലക്ട്രോൺ ആണ്. അപ്പൊ 3d ഒന്നും തന്നെ ഫിൽ ആയിട്ടില്ല. അങ്ങനെ 3d ഒന്നും ഫിൽ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ആറ്റോമിക് വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആറ്റോമിക് വോളിയം ഇൻക്രീസ് ചെയ്യും. അതായത് d ഒന്നും ഫിൽ ആവാതെ d കംപ്ലീറ്റ് ആയിട്ട് വേക്കന്റ് ആയിട്ട് കിടക്കുമ്പോൾ ഇവരുടെ ആറ്റോമിക് വോളിയത്തില് സോഡിയത്തിനെ വെച്ച് വലിയ കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് സംഭവിക്കും. അപ്പൊ ആറ്റോമിക് വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നാണ്. ഓക്കെ, അപ്പൊ മാസ് ഓൾറെഡി സോഡിയത്തിനേക്കാൾ കൂടുതലാണ് പൊട്ടാസ്യത്തിന്, മാസിന്റെ വാല്യൂ കൂടുതലാണ്. ഇവിടെ വോളിയം കൂടി എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ വോളിയം വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലത്തെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. സോ അതിനനുസരിച്ച് ആൻസറിന്റെ വാല്യൂ കുറയും, അതായത് ഡെൻസിറ്റി കുറയും. അതായത് സോഡിയത്തിനെ വെച്ച് നോക്കുമ്പോൾ പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് വോളിയം വളരെ കൂടുതലായതുകൊണ്ട് അപ്പൊ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ അതിലെ വോളിയത്തിന്റെ വാല്യൂ വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഡെൻസിറ്റിയുടെ വാല്യൂ കുറഞ്ഞു പോയത്. ഇതാണ് അതിന്റെ ഒരു ട്രെൻഡ് വരുന്നത്. അപ്പൊ ഈ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഡെൻസിറ്റിയുടെ ഓർഡർ വരുന്നത് ലിഥിയം, പൊട്ടാസ്യം, സോഡിയം, റുബീഡിയം, സീഷ്യം എന്നാണ് ഓർഡർ വരുന്നത്. ആ ഓർഡർ ഒന്ന് നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഇവിടെ ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഇവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡിക്രീസ് ചെയ്യും ബിക്കോസ് ഓഫ് വീക്ക് മെറ്റാലിക് ബോണ്ടിങ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓൺലി സിംഗിൾ വാലൻസ് ഇലക്ട്രോൺ. ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഒരു ഇലക്ട്രോൺ മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. അപ്പൊ അവരുടെ മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. മെറ്റാലിക് ബോണ്ട്, അതായത് സോഡിയം മെറ്റാലിക് ബോണ്ട്, പൊട്ടാസ്യം മെറ്റാലിക് ബോണ്ട്, സോഡിയം
പൊട്ടാസ്യം മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് കുറവാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ട്രെൻഡുകളാണ് ഇവിടെ നിന്ന് കിട്ടിയത്. ഒന്ന് ഡെൻസിറ്റിയുടെ ട്രെൻഡ്, രണ്ട് മെൽറ്റിംഗ് പോയിന്റിന്റെയും ബോയിലിംഗ് പോയിന്റിന്റെയും ട്രെൻഡ്. ദെൻ അടുത്തത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് നോക്കുമ്പോൾ അതില് ഒന്നാമത്തെ പോയിന്റ് ഇവരും സിൽവറി വൈറ്റ് ആണ്, ലസ്ട്രസ് ആണ്, തിളങ്ങാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ദെൻ റിലേറ്റീവ്ലി സോഫ്റ്റ്, ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇവർ സോഫ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ അതേപോലെ തന്നെ ഹാർഡർ ദാൻ ആൽക്കലി മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ ഇവര് ഹാർഡ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, ആൽക്കലി മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ ഹാർഡ് ആണ്. ഓക്കെ, എന്നാലും ഹാർഡ്നെസ് മറ്റുള്ള ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ബാക്കിയുള്ള മെറ്റൽസിലേക്ക് എത്തുമ്പോഴുള്ള ഹാർഡ്നെസിന്റെ അത്രയ്ക്കും ഇല്ല. ആൽക്കലി മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ ഇവർ കുറച്ചുകൂടി ഹാർഡ് ആയിരിക്കും. ദെൻ അടുത്തത് ബെർലിയത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും കളർ ഒരു ഗ്രേയിഷ് കളർ ആയിരിക്കും. ബെർലിയം മെഗ്നീഷ്യം ഒരു ഗ്രേയിഷ് കളർ ആയിരിക്കും കാണിക്കുന്നത്. ദെൻ അവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദീസ് മെറ്റൽസ് ആർ ഹയർ ദാൻ ദ കറസ്പോണ്ടിങ് ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലായിരിക്കും. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആരേക്കാൾ കൂടുതലായിരിക്കും? ആൽക്കലി മെറ്റലിനേക്കാളും. പക്ഷെ ഡൗൺ ദ ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ട്രെൻഡ് വരിക. ഓക്കെ, എന്നാലും ഈ ട്രെൻഡ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രെൻഡ് അല്ല. അതിങ്ങനെ കൂടിയും കുറഞ്ഞും ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ കേസിൽ മെൽറ്റിംഗ് പോയിന്റിന്റെയും ബോയിലിംഗ് പോയിന്റിന്റെയും ഒരു ഓർഡർ ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു കൃത്യമായ ഒരു ഓർഡർ എടുത്ത് പറയാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെയാണ്, ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യാണ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാണ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, ദെൻ അടുത്ത ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഇവരുടെ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ. ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യാൻ, ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള കഴിവ്. ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ ഇവരുടെ സൈസ് കൂടുകയാണ്. സൈസ് കൂടുമ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടും. ഓക്കെ, സൈസ് കൂടുന്ന സമയത്ത് ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടും. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണുകളെ വളരെ എളുപ്പത്തിൽ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഫ്ലെയിം കളറേഷൻ. ഓക്കെ, എന്താണ് ഈ ഫ്ലെയിം കളറേഷൻ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്? ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ഫ്ലെയിം കളറേഷൻ? അതായത് ആൽക്കലി മെറ്റൽസ് ആയിക്കോട്ടെ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആയിക്കോട്ടെ, ഈ എലമെന്റ്സിനെ നിങ്ങൾ ഫ്ലെയിമിൽ കാണിക്കുകയാണെന്ന് വിചാരിക്കുക. ഫ്ലെയിം എന്ന് പറയുമ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന തീജ്വാല. ഓക്കെ, ആ തീജ്വാലയിൽ നിങ്ങൾ ഇത് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഈ ആൽക്കലി മെറ്റൽസ് കാണിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഒരു ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്ന, കളറുള്ള ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. അത് ആൽക്കലി മെറ്റൽസിന് ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് വേറൊരു കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ റീസൺ നോക്കുകയാണെങ്കിൽ നമ്മൾ ആറ്റോമിക് സ്ട്രക്ചർ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ വീണ്ടും മെൻഷൻ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറ്റോമിക് സ്ട്രക്ചർ എടുത്ത സമയത്ത്, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ആറ്റോമിക് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് അവിടെ നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആറ്റത്തിലത്തെ ഒരു ഇലക്ട്രോണിന് ഒരു പർട്ടിക്കുലർ എനർജി കിട്ടുമ്പോൾ, ആറ്റത്തിലെ ഇലക്ട്രോണുകൾക്ക് ഒരു പർട്ടിക്കുലർ എനർജി കിട്ടുമ്പോൾ അവര് ലോവർ സ്റ്റേറ്റിൽ നിന്നും, ലോവർ എനർജി ലെവലിൽ നിന്നും ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യും. ലോവർ എനർജി ലെവലിൽ നിന്നും ഹയർ എനർജി ലെവലിലേക്ക് എത്തും. ഈ ഹയർ എനർജി ലെവലിൽ എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാനിവിടെ സ്റ്റേബിൾ അല്ല, ഹയർ എനർജി ലെവലിൽ നിൽക്കാനുള്ള ഒരു സ്റ്റെബിലിറ്റി എനിക്കില്ല. ഉടനെ തന്നെ അവൻ തിരിച്ച് ഈ ഹയർ എനർജി ലെവലിൽ നിന്ന് തിരിച്ച് എവിടേക്ക് തന്നെ വരും? ലോവർ എനർജി ലെവലിലേക്ക് വരും. അപ്പൊ നമ്മള് ഒരു ആൽക്കലി മെറ്റൽ എടുത്തിട്ട്, സപ്പോസ് നിങ്ങൾ എടുക്കുന്നത് ലിഥിയം ആണെന്ന് വിചാരിക്കുക. ആ ലിഥിയം എടുത്തിട്ട് ലിഥിയത്തിനെ നിങ്ങൾ ഹീറ്റ് ചെയ്യാണ്. അങ്ങനെ ലിഥിയത്തിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലത്തെ ഇലക്ട്രോണുകൾക്ക്, ലോവർ എനർജി ഓർബിറ്റലിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു പർട്ടിക്കുലർ എനർജി കിട്ടും. ആ എനർജി കിട്ടുമ്പോൾ ഇവര് ലോവർ എനർജി ഓർബിറ്റലിൽ നിന്നും എക്സൈറ്റ് ചെയ്തിട്ട് എവിടേക്ക് വരും? ഹയർ എനർജി ലെവലിലേക്ക് വരും. ആ ഹയർ എനർജി ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ അവർ സ്റ്റേബിൾ അല്ലാണ്ടാവും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവർ സ്റ്റേബിൾ അല്ലാണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് ഇവർ വീണ്ടും പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ വരും. ആ മോളിൽ നിന്ന് വീണ്ടും തിരിച്ച് ചാടി എവിടേക്ക് തന്നെ എത്തും? ആ പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചെത്തും. മനസ്സിലായി? അങ്ങനെ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ആ മോളിൽ നിന്ന്, ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇവര് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇവര് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിന്റെ ലെവൽ എന്ന് പറയുന്നത് വിസിബിൾ റീജിയനിലായിരിക്കും വരുന്നുണ്ടാവുക. അവരുടെ എനർജി ലെവൽ എന്ന് പറയുന്നത് ഏതിന്റെ ഇടയിലായിരിക്കും വരുന്നുണ്ടാവുക? വിസിബിൾ റീജിയനിലായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഇവർക്ക് കളർ ഇമ്പാർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിസിബിൾ റീജിയനിൽ വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വിസിബിൾ റീജിയനിൽ വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ ആറ്റോമിക് സ്ട്രക്ചർ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവര് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലെയിം കളറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ഫ്ലെയിം കളറേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഫ്ലെയിം കളറേഷൻ വരുന്നത്. ഈ ഫ്ലെയിം കളറേഷൻ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ഫ്ലെയിം ഫോട്ടോമെട്രി,
രണ്ട് ആറ്റോമിക് എബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, ഇങ്ങനെ രണ്ട് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കളർ ഡിറ്റർമിൻ ചെയ്യാറുള്ളത്. ഓക്കെ, അങ്ങനെ കളർ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആൽക്കലി മെറ്റൽസിൽ ലിഥിയം ഫോം ചെയ്യുന്ന കളർ ക്രിംസൺ റെഡും, സോഡിയം യെല്ലോ, പൊട്ടാസ്യം വയലറ്റ്, റുബീഡിയം റെഡ് വയലറ്റ്, സീഷ്യം ബ്ലൂ. അതേപോലെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് നോക്കുമ്പോൾ കാൽഷ്യം ബ്രിക്ക് റെഡ്, സ്ട്രോൺഷ്യം ക്രിംസൺ റെഡ്, ബാരിയം ആപ്പിൾ ഗ്രീൻ. എന്നാൽ ഇതിലത്തെ ബെർലിയവും മെഗ്നീഷ്യവും നോക്കുകയാണെങ്കിൽ ബെർലിയത്തിനും മെഗ്നീഷ്യത്തിനും ഒരു കളറും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ബെർലിയവും മെഗ്നീഷ്യവും നോക്കുമ്പോൾ അവര് ഒരു തരത്തിലുള്ള കളർ പോലും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ബെർലിയവും മെഗ്നീഷ്യവും ഒരു കളറും പ്രൊഡ്യൂസ് ചെയ്യാത്തത്? കാരണം ബെർലിയത്തിലെയും അതേപോലെ തന്നെ മെഗ്നീഷ്യത്തിലെയും ഇലക്ട്രോണുകൾ സ്ട്രോങ്ലി ബൗണ്ടഡ് വിത്ത് ന്യൂക്ലിയസുമായിട്ട് വളരെ ബൗണ്ട് ചെയ്ത് നിർത്തിയിരിക്കുക. ഇങ്ങനെ സ്ട്രോങ്ലി ബൗണ്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഇവര് ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ചു വരികയോ എനർജി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സോ ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ബെർലിയത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെ കേസിലും കളർ ഇമ്പാർട്ട് ചെയ്യാത്തത്. ബാക്കിയുള്ള എലമെന്റുകളുടെ കേസിൽ ബെർലിയം മെഗ്നീഷ്യം കഴിഞ്ഞ് വരുന്ന കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം മൂന്നാൾക്കാർക്കും കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആർക്ക് മാത്രം പറ്റുന്നില്ല? ബെർലിയത്തിനും മെഗ്നീഷ്യത്തിനും മാത്രം പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്തുകൊണ്ടാണ് പറ്റാതെ? അവര് ന്യൂക്ലിയസുമായിട്ട് അവരുടെ ഇലക്ട്രോൺസ് സ്ട്രോങ്ലി ബൗണ്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പറ്റുന്നില്ല. ആ പോയിന്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തായിട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഫ്ലെയിം കളറേഷൻ പറഞ്ഞു. ഫ്ലെയിം കളറേഷൻ ഈസ് ഓൾസോ എ ഫിസിക്കൽ പ്രോപ്പർട്ടി. ദെൻ അത് കഴിഞ്ഞ് ഞാൻ ഇനി അടുത്തതായിട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരാൻ പോവാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട് നമുക്ക്. റിയാക്ടിവിറ്റി ടുവേർഡ്സ് എയർ. ആദ്യം എയറുമായിട്ട് ഇവർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹലോജൻസുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ആസിഡ്സുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അമോണിയയുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇവരുടെ റെഡ്യൂസിങ് നേച്ചർ എന്താ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പോയിന്റുകൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നുണ്ട്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലി മെറ്റൽസിന്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിലത്തെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഈ ആൽക്കലി മെറ്റൽസിനും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനും മോണോക്സൈഡുകൾ ഫോം ചെയ്യാൻ സാധിക്കുന്നു, പെറോക്സൈഡുകൾ ഫോം ചെയ്യാൻ സാധിക്കുന്നു, സൂപ്പർ ഓക്സൈഡുകൾ ഫോം ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസും മൂന്ന് തരത്തിലുള്ള ഓക്സൈഡുകളാണ് ഫോം ചെയ്യുന്നത്. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ആൽക്കലി മെറ്റൽസ് ആയിക്കോട്ടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആയിക്കോട്ടെ, ഇവരുടെ റിയാക്ടിവിറ്റി ടുവേർഡ്സ് എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവര് പ്രധാനമായിട്ടും ഒന്ന് ഫോം ചെയ്യുന്നത് ഓക്സൈഡുകളും രണ്ട് ഫോം ചെയ്യുന്നത് നൈട്രൈഡുകളും ആയിരിക്കും. ഏതൊക്കെയാ ഫോം ചെയ്യുന്നത്? ഓക്സൈഡും ഫോം ചെയ്യുന്നു, നൈട്രൈഡും ഫോം ചെയ്യുന്നു. അതായത് ഇപ്പോ ലിഥിയം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് Li2O, ലിഥിയം നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് Li3N. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കോമ്പൗണ്ടാ ഫോം ചെയ്യാൻ പറ്റുക. ഒന്നുകിൽ ഓക്സൈഡ് ഫോം ചെയ്യും, അല്ലെങ്കിൽ എന്ത് ഫോം ചെയ്യും? നൈട്രൈഡ് ഫോം ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവര് ഫോം ചെയ്യുന്നത് ഓക്സൈഡുകളാണെന്ന് വിചാരിക്കുക. ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡ് ഫോം ചെയ്യുകയാണെങ്കിൽ മൂന്ന് തരത്തിലുള്ള ഓക്സൈഡ് ഫോം ചെയ്യാം. മോണോക്സൈഡ്, പെറോക്സൈഡ് ആൻഡ് സൂപ്പർ ഓക്സൈഡ്. മോണോക്സൈഡ്, പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്. ഇതിൽ ആദ്യം എന്താണ് മോണോക്സൈഡ് എന്ന് പറഞ്ഞുതരാം. മോണോക്സൈഡ്, ഓക്കെ, മോണോക്സൈഡ് ഫോം ചെയ്യുന്ന ഒരു എക്സാമ്പിൾ Li2O, ലിഥിയം മോണോക്സൈഡ്. മോണോക്സൈഡുകളിലൊക്കെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് O-2 എന്നായിരിക്കും. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? -2. അപ്പോ ലിഥിയം മോണോക്സൈഡ് നോക്കുന്ന സമയത്ത് ലിഥിയം മോണോക്സൈഡിൽ ലിഥിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1, ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചാർജുകൾ കളഞ്ഞു എഴുതിയാൽ ലിഥിയത്തിന്റെ 1 എന്നും ഓക്സിജന്റെ 2 എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ഇത് രണ്ടും നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ മാറ്റി മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് ഫോർമുല എഴുതുന്നതെന്ന്. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫോർമുല വരും? Li2O എന്ന് വന്നു. ഇതാണ് ലിഥിയം മോണോക്സൈഡ്, ലിഥിയം ഫോം ചെയ്യുന്ന മോണോക്സൈഡ്. ഇനി അടുത്തായിട്ട് സോഡിയം ഫോം ചെയ്യുന്ന മോണോക്സൈഡ് ഉണ്ടോ? അല്ലെങ്കിൽ സോഡിയം ഫോം ചെയ്യുന്ന മോണോക്സൈഡ് വേണ്ട, പെറോക്സൈഡ് നോക്കാം. ഓക്കെ, സോഡിയം ഫോം ചെയ്യുന്ന മോണോക്സൈഡ് ഉണ്ട്, Na2O ഉണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് മോണോക്സൈഡിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ നമ്മളിപ്പോ, Li2O പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി പെറോക്സൈഡിന്റെ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കി നോക്കാം. പെറോക്സൈഡ് ഫോം ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് Na2O2. ഓക്കെ, സോഡിയം പെറോക്സൈഡ്, Na2O2, സോഡിയം പെറോക്സൈഡ്. ഈ സോഡിയം പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ ഇതില് സോഡിയം, ഓക്സിജൻ, ഓക്സിജൻ, സോഡിയം ഇങ്ങനെയാ വരുന്നത്. ഓക്കെ, സോഡിയം, ഓക്സിജൻ, ഓക്സിജൻ, സോഡിയം. ഇതിലത്തെ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്, ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ഈ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ഇവിടുത്തെ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് രണ്ട് സ്ഥലത്ത് ഇവിടെ +1 +1 എന്നും ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 എന്നായിരിക്കും വരിക.
അപ്പൊ ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. അപ്പൊ രണ്ട് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റോ അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാം. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുമ്പോൾ ഇവിടെ ഓവറോൾ നോക്കുമ്പോൾ രണ്ട് ഓക്സിജന്റെയും കൂടി ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 എന്നായിരിക്കും വരിക. ഇതിൽ ഓരോ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 എന്നായിരിക്കും, -1 എന്നായിരിക്കും. സോറി, -2 അല്ല, -1. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ പെറോക്സൈഡ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടല്ലോ, പെറോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ട് ഓക്സിജൻ ലിങ്ക് ചെയ്ത് നിൽക്കാന്നാണ്. അതായത് ഇപ്പോ ഏത് പെറോക്സൈഡ് വേണമെങ്കിലും വന്നോട്ടെ, ഇപ്പോ ഇവിടെ സോഡിയം പെറോക്സൈഡ് ആയിക്കോട്ടെ, ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിക്കോട്ടെ, ബെൻസോയിൽ പെറോക്സൈഡ് ആയിക്കോട്ടെ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള പെറോക്സൈഡുകൾ ഉണ്ട്. ഇതിൽ ഏത് പെറോക്സൈഡ് വന്നു കഴിഞ്ഞാലും അവിടെയൊക്കെ വരുന്നത് ഓക്സിജൻ ലിങ്കേജ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോ സോഡിയം പെറോക്സൈഡ് തന്നെ നമ്മൾ നോക്കുമ്പോൾ Na2O2 എന്ന് പറയുമ്പോൾ അതിൽ ഇങ്ങനെയായിരിക്കും സ്ട്രക്ചർ വരിക, ഓക്സിജൻ ലിങ്കേജ് ആണ്. ഓക്കെ, അതിനുശേഷം ഇതുമേ ഓരോ സോഡിയം അറ്റാച്ച് ചെയ്തു, ഇങ്ങനെയായിരിക്കും വരുന്നത് സോഡിയം പെറോക്സൈഡ്. ഇനി ഹൈഡ്രജൻ പെറോക്സൈഡ് നോക്കുകയാണെങ്കിൽ H2O2 എന്ന് പറയുമ്പോഴും അവിടെയും ഓക്സിജൻ ലിങ്കേജ്, ദെൻ ഹൈഡ്രജൻ. അപ്പൊ പെറോക്സൈഡ് എന്ന വേർഡ് നിങ്ങൾ എവിടെ കണ്ടോ അപ്പൊ ഓർത്ത് വെച്ചോ, അവിടെ എന്തുണ്ട്, ഓക്സിജൻ ലിങ്കേജ്, രണ്ട് ഓക്സിജൻ ലിങ്ക് ചെയ്ത് നിൽക്കുക. അതിലത്തെ ഓരോ ഓക്സിജന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും, -1 എന്നായിരിക്കും. ഓരോ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -1 ആയിരിക്കും. ഇതാണ് സോഡിയം പെറോക്സൈഡിന്റെ കേസ് വരുന്നത്. ഇനി നമ്മൾ വെറുതെ ഒരു എക്സാമ്പിൾ കൂടി നോക്കി നോക്കാം. പെറോക്സൈഡുകളിലെ ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമുല C6H5CO, ഓക്കെ, COOO C6H5. ഈ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ബെൻസോയിൽ പെറോക്സൈഡ്. ഇവന്റെ സ്ട്രക്ചർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഒരു ബെൻസീൻ റിങ്, ഓക്കെ, ഇവിടെ ഒരു ബെൻസീൻ റിങ്, അതുമേ C ഡബിൾ ബോണ്ടോ, ദെൻ ഓക്സിജൻ, ദെൻ C ഡബിൾ ബോണ്ടോ, ദെൻ വീണ്ടും അടുത്തൊരു ബെൻസീൻ റിങ്. കണ്ടോ, ഇതാണ് ബെൻസോയിൽ പെറോക്സൈഡ്. ഓക്കെ, ഇവിടെ ഒരു ബെൻസോയിൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ബെൻസോയിൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ദെൻ ഒരു പെറോക്സൈഡ് ഉണ്ട്. ഈ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -1 എന്നായിരിക്കും. രണ്ട് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് എന്തായിരിക്കും, -1 ആയിരിക്കും. ഇതാണ് ബെൻസോയിൽ പെറോക്സൈഡ്. സോ നിങ്ങൾ ഓർത്ത് വെക്കുക, പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ലിങ്കേജ്, അതിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 എന്നായിരിക്കും. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -1 എന്നായിരിക്കും. ഇനി അടുത്തത് മൂന്നാമത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് സൂപ്പർ ഓക്സൈഡ്. സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് എങ്ങനെയായിരിക്കും ആദ്യം നോക്കാം. അതിനു മുമ്പ് ആദ്യം ഒരു കാര്യം പറയട്ടെ. സൂപ്പർ ഓക്സൈഡ് പ്രധാനമായിട്ട് ഫോം ചെയ്യുന്നത് 3 ആളുകളായിരിക്കും. ഒന്ന് പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഈ 3 ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യുക. കാരണം സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓക്സിജന്റെ കൂടെ വരുന്ന കാറ്റയോൺ, അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ്, ഇറ്റ് ഷുഡ് ബി ഇൻ ലാർജർ സൈസ്. ഓക്കെ, ലാർജ് സൈസ് ഉള്ള ഒരാളായിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണ് K+, പൊട്ടാസ്യം K+, ദെൻ Rb+, ദെൻ CS+. ഓക്കെ, K+, Rb+, CS+, ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ ഈ ആൾക്കാരൊക്കെ നോക്കുന്ന സമയത്ത് K+, Rb+, CS+, ഇവരൊക്കെ ലാർജ് ആയിട്ടുള്ള ആൾക്കാരാണ്, ലിഥിയത്തിനെയും സോഡിയത്തിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പൊ ഇവർക്കൊക്കെ ഏത് ഫോം ചെയ്യാൻ പറ്റും, സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നോക്കിക്കോ, സൂപ്പർ ഓക്സൈഡിന്റെ എക്സാമ്പിൾ ആണ് KO2, പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ് KO2. ഈ KO2 എന്ന് പറയുമ്പോൾ ഇതിലത്തെ പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1ഉം ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -1/2 എന്നായിരിക്കും. അതായത് ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1/2. അപ്പൊ രണ്ട് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് വരും, -1/2 × 2 = -1. അപ്പോ O2 എന്ന് പറയുമ്പോൾ അതിന്റെ മൊത്തം ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -1 ആയിരിക്കും. പക്ഷെ ഇതിലത്തെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിയാൽ എന്തായിരിക്കും, -1/2 എന്നായിരിക്കും. ഓവറോൾ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും വരുന്നത്, -1 എന്നായിരിക്കും. ഇതാണ് ഇവരുടെ ഒരു ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റുകളിലൂടെ ഒന്ന് പോവാം. ഓക്കെ, മോണോക്സൈഡ് ലിഥിയം ഫോം ചെയ്യുന്ന മോണോക്സൈഡ് ആണ് കൊടുത്തിരിക്കുന്നത്, Li2O. അത് ഫോം ചെയ്യുന്നതിന്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. 4Li + O2 gives 2Li2O. ഇവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, O2- എന്നായിരിക്കും. ദെൻ അടുത്ത് പെറോക്സൈഡുകൾ എന്ന് പറയുമ്പോൾ സോഡിയം ആണ് എക്സാമ്പിൾ. സോഡിയം പെറോക്സൈഡ് Na2O2 എന്ന് പറയുമ്പോൾ 2Na + O2 gives 2Na2O2. ഇതിലത്തെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടല്ലോ, O-1 ആണ് വരുന്നത്. ദെൻ സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഇതിലത്തെ O2ന്റെ മൊത്തം ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് എന്തായിരിക്കും, -1 ആയിരിക്കും. O2ന്റെ മൊത്തം ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -1 എന്നായിരിക്കും, O2ന്റെ മൊത്തം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോ ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ -1/2 എന്നായിരിക്കും വരിക. ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരും, -1/2 എന്നായിരിക്കും വരിക. ഓക്കെ,
ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഈ സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് M+O2 gives MO2. ഇറ്റ് ഈസ് എ സൂപ്പർ ഓക്സൈഡ്. ഇനി ഈ ഫോം ചെയ്യുന്ന സൂപ്പർ ഓക്സൈഡുകൾ മൂന്നെണ്ണം എന്ന് പറഞ്ഞല്ലോ, പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ്, റുബീഡിയം സൂപ്പർ ഓക്സൈഡ്, പിന്നെ അതേപോലെ തന്നെ സീഷ്യത്തിന്റെ. ഇതിലെ 3 സൂപ്പർ ഓക്സൈഡുകൾ വെച്ചിട്ട് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ആരായിരിക്കും? സീഷ്യത്തിന്റെ സൂപ്പർ ഓക്സൈഡ് ആയിരിക്കും. കാരണം ലാർജ് സൈസ് ഉള്ളത് സീഷ്യ. സീഷ്യത്തിന്റെ സൈസ് ലാർജ് ആയതുകൊണ്ട് അവൻ ഫോം ചെയ്യുന്ന സൂപ്പർ ഓക്സൈഡ് ആയിരിക്കും ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളത്. ഓക്കെ, അതായത് ഇവനായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ. ദെൻ RbO2, KO2 എന്നായിരിക്കും ഓർഡർ വരിക. അപ്പൊ സ്റ്റെബിലിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CSO2 ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിരിക്കുക. ദെൻ RbO2, ദെൻ KO2, ഇങ്ങനെയായിരിക്കും അവരുടെ സ്റ്റെബിലിറ്റിയുടെ ഒരു ഓർഡർ വരുന്നത്. ഓക്കെ, അപ്പോ സ്റ്റെബിലിറ്റി ഓഫ് സൂപ്പർ ഓക്സൈഡ്സ് നോക്കുമ്പോൾ സൈസ് കൂടുതലുള്ള ആളുകൾ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, സൈസ് കൂടുതലുള്ള ആളുകൾ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നോക്കൂ, വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് പൊട്ടാസ്യം ഇൻ KO2? KO2 എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? KO2. ഓക്കെ, KO2 എന്ന് പറയുമ്പോൾ ഇതിലെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു, ഓക്സിജന്റെ O2ന്റെ മൊത്തം ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1/2 ആണ്. അപ്പൊ ഇവിടെ പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 എന്നായിരിക്കും. ഓക്കെ, പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 എന്നായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് why KO2 is paramagnetic? എന്തുകൊണ്ടാണ് KO2 പാരാമാഗ്നറ്റിക് ആയിരിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്ററിലത്തെ ഒരു കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്ററിൽ ഏറ്റവും അവസാന ഭാഗത്ത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്, MO തിയറി, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഈ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അനുസരിച്ച് നമുക്ക് ഇങ്ങനെയാണ് ഓർഡർ പറയുന്നത്: σ1s, σ*1s, σ2s, σ*2s, then σ2pz, then pi2px equal to pi2py, then pi star 2px equal to pi star 2py, then sigma star 2pz എന്ന് പറഞ്ഞിട്ട് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ നമ്മളോട് പറയുന്നുണ്ട്. കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്താണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ നമുക്ക് ഇങ്ങനൊരു ഓർഡർ പറയുന്നുണ്ട്. ഓക്കെ, മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ പറയുന്നുണ്ട്. ഈ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ അനുസരിച്ച് നമ്മൾ അതിലേക്ക് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ, മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ അനുസരിച്ച് അതിലേക്ക് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ നോക്കുക, ഇവിടെ O2- അല്ലേ സൂപ്പർ ഓക്സൈഡിന്റെ കേസിൽ എടുത്തേക്കുന്നത്, നമ്മൾ എന്താ O2-1. O2-1 എന്ന് വരുമ്പോ O2 എന്ന് വരുമ്പോ അതില് 8+8 ടോട്ടൽ 16 ഇലക്ട്രോണുകൾ ഉണ്ടാവും. -1 എന്ന് വരുന്ന സമയത്ത് ഈ 16+1 ഇലക്ട്രോൺ ടോട്ടൽ എത്ര വന്നു? 17 ഇലക്ട്രോണുകളായിരിക്കും പ്രസന്റ് ആവുണ്ടാവുക. അപ്പൊ O2-1 ടോട്ടൽ 17 ഇലക്ട്രോണുകളായിരിക്കും വരിക. അപ്പൊ അത് നിങ്ങൾ ഇതിലേക്ക് ഫില്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ എഴുതിയ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനിലേക്ക് ഇത് ടോട്ടൽ ഫില്ല് ചെയ്യാണ്. ഒരാഴ്ച കൂടി മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതാം. ഇങ്ങനെ നോക്കുക: σ1s, σ*1s, σ2s, σ*2s, then pi σ2pz, σ2pz, then pi2px equal to pi2py, then pi star 2px equal to pi star 2py, then sigma star 2pz. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിലെ ടോട്ടൽ എത്ര ഇലക്ട്രോണുകൾ വരുന്നുണ്ട്? നമുക്കിവിടെ 17 ഇലക്ട്രോണുകളാണ് മൊത്തം വരുന്നത്. ഈ 17 ഇലക്ട്രോണുകളെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഓർബിറ്റലിലേക്ക് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ 17 ഇലക്ട്രോണുകളിൽ 2 എണ്ണം ഇവിടെ 2, 4, 6, 8, then ഇവിടെ σ2pz ഉണ്ട് കേട്ടോ, σ2pz. σ2pz-ൽ 2 ഇലക്ട്രോൺ. അപ്പോ 2, 4, 6, 8, 10 എണ്ണം കഴിഞ്ഞു. then അടുത്ത് pi2px എന്ന് പറയുന്നതിൽ 2 എണ്ണം, 12, 14. ഓക്കെ, then 14 എണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് 15ാമത്തെ ഇവിടെ വെച്ചു, 16ാമത്തെ ഇവിടെ വെച്ചു, 17ാമത്തെ ഇവിടെ വെച്ചു. ഓക്കെ, അപ്പൊ 17 ഇലക്ട്രോണുകളായി. ഈ 17 ഇലക്ട്രോൺ വെക്കുമ്പോൾ നോക്കൂടെ, നിങ്ങൾ pi star 2py എന്ന് പറയുന്നതിൽ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ വരുന്നുണ്ട്, ഒരെണ്ണം മാത്രം പെയർ ചെയ്യാണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അൺപെയ്ഡ് ഇലക്ട്രോൺ വരികയാണെങ്കിൽ, ഓക്കെ, അൺപെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ വരികയാണെങ്കിൽ എനിക്ക് പറയാം എന്താണെന്ന്, പാരാമാഗ്നറ്റിക് ആണെന്ന് പറയാം. അൺപെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ വരികയാണെങ്കിൽ എനിക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? പാരാമാഗ്നറ്റിക് ആണെന്ന്. സോ ഇത് O2-1 എന്ന് പറയുന്ന, അതായത് സൂപ്പർ ഓക്സൈഡ്, സൂപ്പർ ഓക്സൈഡുകൾ പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, സൂപ്പർ ഓക്സൈഡുകൾ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ പെറോക്സൈഡുകളും മോണോക്സൈഡും നോക്കാൻ വിചാരിക്കുക. ഈ പെറോക്സൈഡിന്റെ കേസ് നോക്കാൻ വിചാരിക്കുക. പെറോക്സൈഡിൽ നോക്കുന്ന സമയത്ത് പെറോക്സൈഡില് ടോട്ടൽ വരുന്നത് എത്രയായിരിക്കും? O2-2 ആ വരുന്നത്.
O2 -2 എന്ന് പറയുമ്പോൾ ഓക്സിജനിൽ 8 + 8, പിന്നെ ഈ 2 മൈനസ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ കൂടി വരും. അപ്പൊ ടോട്ടൽ 8 + 8 16, 16 2 18 ഇലക്ട്രോൺ വരും. 18 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ കോൺഫിഗറേഷനിൽ ഇവിടേക്കും കൂടി ഒരു 2 ഇലക്ട്രോൺ കൂടി വന്നു. ഇവിടെ 2 ഇലക്ട്രോൺ കൂടി വരിക എന്ന് പറയുമ്പോൾ എത്രയായി? 2 4 6 8 10 12 14 16. ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ആയി? 16 ഇലക്ട്രോൺസ്. ഓക്കെ, 16 ഇലക്ട്രോൺസ്, 16 അല്ല 18. ഈ രണ്ടെണ്ണം എണ്ണാൻ മറന്നുപോയി. ഓക്കെ, ഇവിടെ രണ്ടെണ്ണം താഴെ എഴുതി എണ്ണാൻ മറന്നുപോയി. അപ്പൊ എത്രയായി? ടോട്ടൽ 18 ഇലക്ട്രോൺസ്. അപ്പോ 2 4 6 8 then 10 12 14 16 18. ഓക്കെ, ടോട്ടൽ 18 ഇലക്ട്രോൺസ് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. 18 ഇലക്ട്രോൺസ് എല്ലാത്തിലേക്കും ഫിൽ ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി. ഓക്കെ, ഒരൊറ്റ അൺപെയ്ഡ് ഇലക്ട്രോൺ മാത്രം പോലും ഇല്ല. ഒറ്റ അൺപെയ്ഡ് ഇലക്ട്രോണും ഇല്ല, കംപ്ലീറ്റ് പെയ്ഡാ. എല്ലാം പെയ്ഡ് ആയിരിക്കുമ്പോൾ അത് എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് നേച്ചർ ആയിരിക്കും കാണിക്കുക. ഓക്കെ, ഡയാമാഗ്നറ്റിക് നേച്ചർ ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം പെറോക്സൈഡുകൾ ഡയാമാഗ്നറ്റിക്കും സൂപ്പർ ഓക്സൈഡുകൾ പാരാമാഗ്നറ്റിക്കും ആയിരിക്കും. ഇതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസില് റിയാക്ടിവിറ്റി ടുവേർഡ്സ് എയറിൽ ആദ്യം പറയാനുള്ള പോയിന്റ്. കഴിഞ്ഞിട്ടില്ല കേട്ടാ. ഇനി അടുത്തത് സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. ഓക്കെ, ഇവരുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. സ്റ്റെബിലിറ്റിയുടെ ഓർഡർ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് സാധാരണ ഓക്സൈഡ്സ് ആയിരിക്കും. നോർമൽ ഓക്സൈഡ്സ് ആയിരിക്കും സ്റ്റേബിൾ ആയിരിക്കുക. ദെൻ പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്സ്. അപ്പൊ സ്റ്റെബിലിറ്റി ഏറ്റവും കുറവ് വരുന്നത് സൂപ്പർ ഓക്സൈഡ്സിനും സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ വരുന്നത് നോർമൽ ഓക്സൈഡ്സിനായിരിക്കും. ഓക്കെ, അതായത് ജനറലി ഓക്സൈഡ്സ്. നോർമൽ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2, പെറോക്സൈഡുകളിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1, സൂപ്പർ ഓക്സൈഡുകളിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1/2. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇനി ഓക്സൈഡ്സിനെ കുറിച്ചും പെറോക്സൈഡ്സിനെ കുറിച്ചും പറയുമ്പോൾ ഇവര് കളർലെസ് ആയിരിക്കും. ഓക്സൈഡ്സും പെറോക്സൈഡുകളും കളർലെസ് ആയിരിക്കും. എന്നാൽ സൂപ്പർ ഓക്സൈഡുകൾക്ക് ഒരു യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കളർ ഉണ്ടായിരിക്കും. സൂപ്പർ ഓക്സൈഡ്സിന് ഒരു യെല്ലോ ഓർ ഓറഞ്ച് കളർ കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത സോഡിയം പെറോക്സൈഡ് Na2O2. സോഡിയം പെറോക്സൈഡ് Na2O2. Na2O2 കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ്. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഓക്സിഡൈസിങ് ഏജന്റുകളായിട്ടാണ് സാധാരണ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സോഡിയം പെറോക്സൈഡ് Na2O2 ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അടുത്തത് ലിഥിയം. ലിഥിയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലിഥിയം നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? Li3N ഫോം ചെയ്യും, ലിഥിയം നൈട്രൈഡ്. ഓക്കെ, ഈ ലിഥിയം നൈട്രൈഡ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആവും. ഇതേപോലെ ഇപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ആൽക്കലി മെറ്റൽസ് എടുക്കുകയാണെങ്കിൽ സോഡിയത്തിന്റെ നൈട്രൈഡ് Na3N. ഓക്കെ, Na3N എന്ന് പറയുന്ന കോമ്പൗണ്ട് സ്റ്റേബിൾ ആയിരിക്കില്ല. Na3N എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിരിക്കും. പക്ഷെ ഈ സോഡിയത്തിന്റെ നൈട്രൈഡ്, ലിഥിയം നൈട്രൈഡ് എന്ന് പറയുന്നത് ഇവൻ എക്സെപ്ഷണലി സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ലിഥിയം നൈട്രൈഡ് എക്സെപ്ഷണലി സ്റ്റേബിൾ, ബട്ട് സോഡിയം, പൊട്ടാസ്യം, റൂബീഡിയം, സീഷ്യം ഇവരൊക്കെ ഫോം ചെയ്യുന്ന നൈട്രൈഡുകൾ ഒന്നും തന്നെ സ്റ്റേബിൾ ആയിരിക്കില്ല, അൺസ്റ്റേബിൾ ആയിരിക്കും. ലിഥിയത്തിന്റെ നൈട്രൈഡ് എക്സെപ്ഷണലി സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇത് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് കൂടി പറയാണ്. സോഡിയം ഫോം ചെയ്യുന്ന നൈട്രൈഡ് പറഞ്ഞു Na3N, സോഡിയം നൈട്രൈഡ്. സോഡിയം നൈട്രൈഡ് അൺസ്റ്റേബിൾ ആയിരിക്കും. അതേപോലെ സോഡിയം നൈട്രജനുമായി ചേർന്ന് ഫോം ചെയ്യുന്ന മറ്റൊരു കോമ്പൗണ്ട് ആണ് സോഡിയം അസൈഡ്. സോഡിയം നൈട്രജനുമായി ചേർന്ന് ഫോം ചെയ്യുന്ന മറ്റൊരു കോമ്പൗണ്ട് ആണ് സോഡിയം അസൈഡ്. ഈ സോഡിയം അസൈഡിന്റെ ഫോർമുല Na(N)3 എന്നാണ്. സോഡിയം അസൈഡ് Na(N)3. ഈ Na(N)3-ലത്തെ നൈട്രജന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1ഉം നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് N3 എന്നല്ലേ പറഞ്ഞേ? N3 എന്ന് പറയുമ്പോൾ ഇവിടെ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1/3 ആയിരിക്കും. -1/3. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 എണ്ണം വരുമ്പോ -1/3 × 3 = -1. അപ്പൊ ഇവിടെ N3-യുടെ മൊത്തം ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് -1 ആയിരിക്കും. N3-യുടെ മൊത്തം ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1ഉം സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിരിക്കും വരിക. സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1ഉം N3-യുടെ മൊത്തം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും വരുന്നുണ്ടാവുക? -1 എന്നുമായിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക. അപ്പൊ ഇതാണ് Na(N)3 എന്ന് പറയുന്നത്, സോഡിയം അസൈഡ്. ഓക്കെ, അപ്പൊ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ റിയാക്ടിവിറ്റി ടുവേർഡ്സ് എയർ എന്നുള്ള ടോപ്പിക് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ടോപ്പിക്കിൽ നമ്മൾ മോണോക്സൈഡ്, പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ് പോലെയുള്ളതൊക്കെ ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇതിൽ തന്നെ ഈ ഓക്സൈഡുകളിൽ ആരൊക്കെ ആയിരിക്കും പാരാമാഗ്നറ്റിക് ആയിരിക്കുക, ആരൊക്കെ ആയിരിക്കും ഡയാമാഗ്നറ്റിക് ആയിരിക്കുക എന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ബെറിലിയത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെ ഒക്കെ കേസ്, അതായത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇത്ര നേരം പറഞ്ഞത് മുഴുവൻ നമ്മൾ ആൽക്കലി മെറ്റൽസ് ആയിരുന്നു. ആൽക്കലി മെറ്റൽസിന്റെ കേസുകളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ കേസാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ ആദ്യം വരുന്നത് ബെറിലിയം, മെഗ്നീഷ്യം ആർ കൈനറ്റിക്കലി ഇനർട്ട് ടു ഓക്സിജൻ. ബെറിലിയം, മെഗ്നീഷ്യം പോലെയുള്ളതൊക്കെ തന്നെ ബെറിലിയം, ഓക്കെ, ബെറിലിയം,
മെഗ്നീഷ്യം പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഇവരുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. ആരുമായിട്ട്? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് അതിന്റെ കാരണം വേറെ ഒന്നല്ല, ഈ ബെർലിയം മെഗ്നീഷ്യം പോലെയുള്ള ആൾക്കാരൊക്കെ തന്നെ എളുപ്പത്തിൽ എയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവരുടെ ഓക്സൈഡ് ഫോം ചെയ്യും, ബെർലിയം ഓക്സൈഡ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് നിങ്ങൾ വിചാരിക്കുക ഇത് ബെർലിയത്തിന്റെ ഒരു മെറ്റലാന്ന് വിചാരിക്കുക. ഈ ബെർലിയം മെറ്റല് എയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇതിന്റെ സർഫസിൽ മുഴുവൻ എന്ത് കോട്ടിംഗ് ഫോം ചെയ്തു? ബെർലിയം ഓക്സൈഡ് ഫോം ചെയ്തു. ഇതിന്റെ സർഫസിൽ മുഴുവൻ ബെർലിയം ഓക്സൈഡ് കംപ്ലീറ്റ് ഫോം ചെയ്യാണ്. അങ്ങനെ ബെർലിയം ഓക്സൈഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സർഫസ് മുഴുവൻ ബെർലിയം ഓക്സൈഡ് ആയി മാറി. അപ്പൊ ഫർദർ ആയിട്ട് പിന്നെ ഉള്ളിലുള്ള ബെർലിയവുമായിട്ടുള്ള റിയാക്ഷൻ ഒന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ് ഈസ് ആൻ ഓക്സൈഡ് ഫിലിം, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം എന്ന് ഇതിനെ വിളിക്കാം. അപ്പോ ബെർലിയം ഓക്സൈഡ് അതേപോലെ തന്നെ മെഗ്നീഷ്യം ഓക്സൈഡ് പോലെയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ഫിലിം അല്ലെങ്കിൽ പാസീവ് ഓക്സൈഡ് ഫിലിം ഫോർമേഷൻ അവിടെ നടക്കുന്നു. ഓക്കെ, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്തത്, ബെർലിയം ബ്രില്യൻലി ബേൺസ് ഓൺ ഇഗ്നിഷൻ ഇൻ എയർ. ഓക്കെ, എയറിൽ അതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് എന്തായിട്ട് മാറുന്നുണ്ട്? ബെർലിയം ഓക്സൈഡും അതേപോലെ തന്നെ Be3N2 ബെർലിയം നൈട്രൈഡും. ഓക്കെ, അപ്പൊ അവനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് കമ്പഷൻ വിധേയമാക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഓക്സൈഡ് നൈട്രൈഡ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും. പക്ഷെ എയറുമായിട്ടുള്ള റിയാക്ഷൻ നടക്കുമ്പോൾ സാധാരണ നോർമൽ കണ്ടീഷനിൽ അതിന്റെ സർഫസിൽ ഒരു ഓക്സൈഡ് ഫിലിം അല്ലെങ്കിൽ ഒരു നൈട്രൈഡ് ഫിലിം ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തായിട്ട് പറയുന്നത്, അടുത്തത് കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം ഓക്കെ ആർ റെഡിലി അറ്റാക്ഡ് ബൈ എയർ ടു ഫോം ദെയർ ഓക്സൈഡ് ആൻഡ് നൈട്രൈഡ്. ഓക്കെ, അപ്പൊ കാൽഷ്യം ആയിക്കോട്ടെ, ബാരിയം ആയിക്കോട്ടെ, സ്ട്രോൺഷ്യം ആയിക്കോട്ടെ, മൂന്ന് പേര് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം CaO കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യം നൈട്രൈഡ് ആണെങ്കിൽ Ca3N2 ഓക്കെ Ca3N2 ഫോം ചെയ്യും. അതേപോലെ തന്നെ സ്ട്രോൺഷ്യം ആണെങ്കിൽ സ്ട്രോൺഷ്യം ഓക്സൈഡ് SrO, അതേപോലെ തന്നെ സ്ട്രോൺഷ്യത്തിന്റെ Sr3N2 സ്ട്രോൺഷ്യം നൈട്രൈഡ് പോലെയുള്ളതൊക്കെ ഫോം ചെയ്യും. ഓക്കെ, അടുത്തത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ ഫോം ചെയ്യുന്നത് MO ടൈപ്പ് ഓക്സൈഡ് ആണ്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതാണല്ലോ. അതായത് ഇപ്പോ ബെർലിയം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് BeO ഫോം ചെയ്യുന്നു, കാൽഷ്യം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം ഓക്സൈഡ് CaO ഫോം ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇവർ ഫോം ചെയ്യുന്ന പെറോക്സൈഡിനെ കുറിച്ചാണ് അടുത്തായിട്ട് പറയുന്നത്. ഇവർ ഫോം ചെയ്യുന്ന പെറോക്സൈഡുകൾക്ക് എക്സാമ്പിൾ ആണ് CaO2, SrO2, BaO2. ഇങ്ങനെ മൂന്ന് പെറോക്സൈഡുകൾ ഫോം ചെയ്യുന്നു. ഇത് ആക്ച്വലി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു പെറോക്സൈഡ് അല്ലാന്ന് തോന്നും. BaO2 ബാരിയം പെറോക്സൈഡ്. ഓക്കെ, ബാരിയം പെറോക്സൈഡിനെ നോക്കിക്കോട്ടെ, ഒരു കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം. ബാരിയം പെറോക്സൈഡ് BaO2 എന്ന് കാണുമ്പോൾ ഇതൊരു പെറോക്സൈഡ് ആണോ എന്ന് ഡൗട്ട് തോന്നിപ്പോവും. പക്ഷെ ഇതൊരു പെറോക്സൈഡ് ആണ്. ഈ പെറോക്സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത്, ഓക്സിജൻ ഓക്സിജൻ ലിങ്കേജ്. ഈ ഓക്സിജന്റെ ചാർജ് -1, ഈ ഓക്സിജന്റെ ചാർജും -1. ഓക്കെ, ദെൻ ബാരിയം 2+, Ba2+. ഇങ്ങനെയായിരിക്കും ബാരിയം പെറോക്സൈഡിന്റെ കേസിൽ വരിക. അപ്പൊ നോക്കൂ, ഇത് Na2O2 സോഡിയം പെറോക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെയുള്ളതൊക്കെ എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. അതായത് ബാരിയം പെറോക്സൈഡ് വരുന്ന സമയത്ത് BaO2 പോലെയുള്ള ഒരു കോമ്പൗണ്ട് വരുമ്പോൾ Ba2+ഉം ബാരിയം 2+ഉം അതേപോലെ തന്നെ ഓക്സിജന്റെ വരുന്നത് എന്താ വരുന്നത് O2- എന്നാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു എക്സ്ട്രീംലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കേസാണ് ഏതിൽ വരുന്നത്, BaO2 പോലെയുള്ള ബാരിയം പെറോക്സൈഡിന്റെ കേസിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി ഇതിലത്തെ മെഗ്നീഷ്യം ഓക്സൈഡും കാൽഷ്യം ഓക്സൈഡും രണ്ടുപേരും വീക്ക് ആയിട്ടുള്ള ബേസുകളാണ്. ഓക്കെ, മെഗ്നീഷ്യം ഓക്സൈഡ് വീക്ക് ആയിട്ടുള്ള ബേസ് ആണ്. ദെൻ കാൽഷ്യം ഓക്സൈഡ്, സ്ട്രോൺഷ്യം ഓക്സൈഡ്, ബാരിയം ഓക്സൈഡ്, ഇവർ മൂന്ന് പേരും സ്ട്രോങ് ആയിട്ടുള്ള ബേസുകളും. ഓക്കെ, അപ്പോ ഓക്സിജനുമായിട്ടുള്ള റിയാക്ടിവിറ്റി ആണ് ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അതിലത്തെ ഓക്സൈഡുകളുടെ ഒരു നേച്ചറും കൂടിയാണ് ഇവിടെ പറഞ്ഞത്. മെഗ്നീഷ്യം ഓക്സൈഡിന് ഒരു വീക്ക് ആയിട്ടുള്ള ബേസിക് നേച്ചർ ഉണ്ട്. കാൽഷ്യം ഓക്സൈഡ്, സ്ട്രോൺഷ്യം ഓക്സൈഡ്, ബാരിയം ഓക്സൈഡ് പോലുള്ളതൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസുകളാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് റിയാക്ടിവിറ്റി ടുവേർഡ്സ് വാട്ടർ ആണ്. ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് മുഴുവൻ റിയാക്ടിവിറ്റി ടുവേർഡ്സ് എയർ ആയിരുന്നു. അടുത്ത് റിയാക്ടിവിറ്റി ടുവേർഡ്സ് വാട്ടറുമായിട്ട് ഇവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, വാട്ടറുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിലത്തെ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കാം. സാധാരണ ആൽക്കലി മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ ഫോം ചെയ്യുന്നത് അവരുടെ ഹൈഡ്രോക്സൈഡുകളായിരിക്കും. അതായത് ഇപ്പോ ലിഥിയം ആണെന്നുണ്ടെങ്കിൽ ലിഥിയത്തിന്റെ ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള LiOH, സോഡിയം ആണെങ്കിൽ സോഡിയത്തിന്റെ ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള NaOH, പൊട്ടാസ്യം ആണെങ്കിൽ പൊട്ടാസ്യത്തിന്റെ ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള KOH, റുബീഡിയം ആണെങ്കിൽ റുബീഡിയത്തിന്റെ ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള RbOH, ദെൻ സീഷ്യത്തിന്റെ ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള CSOH.
എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ഹൈഡ്രോക്സൈഡുകളായിരിക്കും ഇവരൊക്കെ തന്നെ ഫോം ചെയ്യുന്നത്. എല്ലാവരും അവരുടെ ഹൈഡ്രോക്സൈഡുകൾ ഫോം ചെയ്യും. അപ്പൊ അതിനൊരു ജനറൽ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. M+2H2O gives 2MOH + H2. മെറ്റല് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ മെറ്റൽ ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഫോം ചെയ്യുന്നു. ഓക്കെ, മെറ്റൽ ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇതില് നിങ്ങൾക്കറിയാം സോഡിയം പൊട്ടാസ്യം പോലെയുള്ളതിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വാട്ടറുമായിട്ട് വിഗറസ്ലി റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. വാട്ടറുമായിട്ട് വിഗറസ്ലി റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ ലിഥിയത്തിന്റെ റിയാക്ടിവിറ്റി വാട്ടറുമായിട്ടുള്ളത് ലെസ് വിഗറസ് ആണ്. ഓക്കെ, വളരെ കുറച്ച് മാത്രമേ ലിഥിയം റിയാക്ട് ചെയ്യുള്ളൂ ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്മോളർ സൈസ്. ഓക്കെ, സൈസ് വളരെ ചെറുതായതുകൊണ്ടും ഹൈഡ്രേഷൻ എന്താൽപി കൂടുതലായതുകൊണ്ടും സ്മോളസ്റ്റ് സൈസ് ആയതുകൊണ്ട് ലിഥിയം വാട്ടറുമായിട്ട് വിഗറസ്ലി റിയാക്ട് ചെയ്യുന്നുള്ളൂ. വാട്ടറുമായിട്ടുള്ള അവന്റെ റിയാക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് വെച്ചാൽ ഇവര് ആൽക്കഹോളുകളുമായിട്ടും അമോണിയയുമായിട്ടും ആൽക്കൈനുകളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. ഓക്കെ, പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മീൻ ചെയ്യുന്നത് H+ അയോണിനെയാണ് ഇവര് പ്രോട്ടോൺ എന്ന് മീൻ ചെയ്യുന്നത്. അതായത് H+ അയോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോട്ടോൺ. ഓക്കെ, H+ അയോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോട്ടോൺ. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോളുകളും അമോണിയയും ആൽക്കൈനുമായിട്ട് ഇവർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് H+നെ ഡൊണേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതാണ് പ്രോട്ടോൺ ഡോണേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതായത് ഇവരെ എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന എക്സാമ്പിൾ ആദ്യം നോക്കാം. ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന എക്സാമ്പിൾ ഇങ്ങനെയാണ് വരിക. അതായത് Na+C2H5OH. C2H5OH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ആൽക്കഹോള് എത്തനോൾ ആണ്. ഓക്കെ, അപ്പോ എത്തനോളുമായിട്ട് ഇവർ റിയാക്ട് ചെയ്യണം. അങ്ങനെ എത്തനോളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്നത് C2H5ONA. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ ഇവിടെ 2 ആഡ് ചെയ്യണം, ഇവിടെയും 2 ആഡ് ചെയ്യണം. അപ്പൊ 2C2H5ONA പ്ലസ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഈ C2H5OH-ലത്തെ ഈ H+ അവൻ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ 2 H+ റിമൂവ് ചെയ്യുമ്പോൾ രണ്ടും കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറി? ഹൈഡ്രജൻ ഗ്യാസ് ആയി മാറി. ഇതാണ് സോഡിയം എത്തനോളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന കണ്ടീഷൻ. ഇതേപോലെ തന്നെ ഇനി അടുത്തത് സോഡിയം അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഡിയം അമോണിയയായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ NaNH2 + H2 എന്ന് ഫോം ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസ്. ഇതിൽ NaNH2 എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് സോഡമൈഡ് എന്നാണ്. NaNH2 എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ എന്താ വിളിക്കുക? സോഡമൈഡ് എന്നാണ് അറിയപ്പെടുക. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാം. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇവര് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇനി നമ്മളിപ്പോ തന്നെ പറഞ്ഞത് ആൽക്കഹോളുമായിട്ടുള്ള റിയാക്ഷൻ പറഞ്ഞു, അതേപോലെ അമോണിയ ആയിട്ടുള്ള റിയാക്ഷൻ പറഞ്ഞു. ഇനി ആൽക്കൈനുകളുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കിക്കോളൂ. Na+CH ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുമ്പോൾ അതെന്താ? ഈത്തൈൻ. ഓക്കെ, ഈത്തൈൻ